വെൽക്കം ബാക്ക് ടു ബിപ്പീസ് ഹൗസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പപ്പായ വെച്ചിട്ടുള്ളൊരു സ്വീറ്റാണ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ അലുവയാന്ന് തോന്നും, പക്ഷേ ശരിക്കും അലുവയല്ല. ഇത് പപ്പായ നല്ലപോലെ പഴുത്ത പപ്പായ വെച്ചിട്ടുള്ളൊരു സ്വീറ്റ് ഉണ്ടാക്കിയതാണ്. ഈ നാവിലിട്ടാൽ അലിഞ്ഞു പോകും എന്നൊക്കെ പറയലേ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വായിലേക്ക് വെച്ച് കഴിയുമ്പോഴേക്കും അത് നല്ലപോലെ അലുത്ത് പോകുന്ന അത്രയ്ക്ക് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒന്ന് ഉണ്ടാക്കാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഇത് ഒരു അക്കിടി പറ്റിയതാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ആയി വന്നത്. അപ്പം അടുത്ത വീട്ടിൽ നിന്നൊരു പപ്പായ കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ലപോലെ പഴുത്തിത്. തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ നല്ല ചുമന്ന കളറിലായിരുന്നു ഉള്ളിലെ. നല്ല രുചിയുള്ള പപ്പായായിരുന്നു, നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ചുമപ്പ് കളറുള്ള പപ്പായ. സാധാരണ നമ്മൾ പപ്പായൊക്കെ മുറിക്കുമ്പം ഒരു ഓറഞ്ച് കളറൊക്കെ അല്ലേ. അത്യാവശ്യം വലിപ്പമുള്ള പപ്പായ ആയിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എനിക്ക് ഈ പുഡിങ് ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു, ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളങ്ങനെ പുഡിങ് കഴിക്കാറുമില്ല കേട്ടോ. അപ്പം ഒരു പ്രാവശ്യം ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞപ്പം പുഡിങ് കണ്ട് ഞങ്ങൾ ചുമ്മാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. വെച്ചാൽ ഞങ്ങൾ കഴിച്ചിട്ടില്ലായിരുന്നു ഈ സംഭവം. അപ്പം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചിട്ട് ഇത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുഡിങ് മേടിച്ചിട്ടും ഇല്ല, ഉണ്ടാക്കിയിട്ടും ഇല്ല, കഴിച്ചിട്ടും ഇല്ലായിരുന്നേ. അപ്പോൾ പിന്നെ എന്തായാലും ഈ പപ്പായ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ ഒരു പരീക്ഷണം നടത്തി നോക്കാമെന്ന് വിചാരിച്ചു, ഒരു പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഏതോ ഒരു മലയാളം തന്നെയാണ്, ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടതുപോലെ ഞാൻ ഉണ്ടാക്കാൻ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം പറയുന്നത് പോലെ ഞാൻ തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഒരു 4 കഷ്ണം മാറ്റി വെച്ചു കേട്ടോ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട്. എന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് പാലും കൂടി ഒഴിച്ചു കൊടുത്തു ഈ മിക്സിയുടെ ജാറിലേക്ക്. എന്നിട്ട് ഒരു തരി പോലും ഇല്ലാതെ നല്ലപോലെ അരച്ചെടുത്തു. എന്നിട്ട് ഇതിനെ അരിച്ചെടുക്കണം. ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു കടായി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണ് അരിച്ചൊഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അരിച്ച് കഴിഞ്ഞപ്പോൾ ഒട്ടും തരിയില്ലാതെ അരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് ഒരു 2 ഗ്ലാസ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ സ്റ്റൗ ഓണാക്കി വെച്ചു കേട്ടോ. മധുരത്തിനായിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഇട്ട 5 ടേബിൾ സ്പൂൺ പഞ്ചസാര പോരാൻ തോന്നി, ഒരു ഇച്ചിരി മധുരം കുറവുള്ളതുപോലെ തോന്നിയേ. അതുകൊണ്ട് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഇതിൽ മൊത്തത്തിൽ ചേർത്തിരിക്കുന്നത് 10 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഞാനിത് വേറൊരു വീഡിയോ നോക്കിയിട്ട് ചെയ്തതെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് കണ്ടതുപോലെ ഞാൻ ഒരു കുഞ്ഞു ഗ്ലാസ്സിനകത്തെ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കട്ടയൊന്നുമില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അതിന് എന്നിട്ട് ഈ പപ്പായയുടെ മിക്സ് ഉണ്ടല്ലോ സ്റ്റൗവിലിരിക്കുന്നത്, അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കുവാണ്. സത്യത്തിൽ എനിക്ക് അക്കടി പറ്റിയത് ഇവിടെയാണ് കേട്ടോ. കോൺഫ്ലവർ കുറച്ചേ എടുത്തിട്ടുള്ളൂ, 2 ടീസ്പൂണേ, അത് തികയല്ല ഇതിന്. അപ്പം ഞാനൊരു കാര്യം ചെയ്താൽ മതിയായിരുന്നു, കുറച്ച് കൂടുതൽ കോൺഫ്ലവർ അല്ലെങ്കിൽ കുറച്ച് മൈദയാണെങ്കിലും മതിയായിരുന്നു, എടുത്തിട്ട് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ കലക്കിയിട്ടേ ഒഴിച്ചാൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയേനെ. പിന്നെ ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർത്ത് കൊടുത്തില്ല കേട്ടോ. ഇപ്പോൾ പറഞ്ഞ ആ കാര്യങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതായത് ഈ പപ്പായയുടെ കൂട്ടത്തിൽ കുറച്ച് പാലും പിന്നെ പഞ്ചസാര, പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയതും. പിന്നെ ഇതിൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റവ് ഓണാക്കി ഇളക്കി കൂട്ട് തന്നെ ഇരിക്കണം, കൈവിടാതെ. അപ്പം ഞാൻ മടുത്ത് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ വേറെ പണിക്ക് പോകും. ഓരോ 5 മിനിറ്റ് ഇടവിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുവേ. അടി പിടിക്കാൻ നോക്കണമെന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ബാക്കി പണികളും കൂടെ നടക്കുമല്ലോ. അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി സമയം പോകും. അങ്ങനെ ഇത് കുറുകി വന്നു, ഒത്തിരി നല്ലപോലെ ഒരുവിധം നല്ലപോലെ കുറുകി വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ ഇതാ കണ്ടോ, ഇത് ഒരു നല്ല കടും ഓറഞ്ച് കളറായി ഇതിൻ്റെ. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്നറിയോ, ആ വീഡിയോയിൽ കണ്ട പോലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തു. എന്നിട്ട് കുറച്ച് ബദാമേ പൊടിയായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അതിനെ ഈ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് അങ്ങ് വിതറിയിട്ടു കേട്ടോ. വിതറിയിട്ടിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പപ്പായയുടെ ഇതുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ഇതിനകത്ത് പറഞ്ഞിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ലപോലെ ടാപ്പ് ചെയ്തിട്ട് നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിനകത്ത് വെക്കണം. ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെച്ചതിന് ശേഷം ഇത് റെഡി ആയിട്ടുണ്ടാവുമെന്നായിരുന്നേ. എന്നിട്ട് ഞാൻ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടൊന്നും ശരിയാവുന്നില്ലായിരുന്നു. എന്നിട്ട് തവി വെച്ചിട്ടൊക്കെ ഒന്ന് നിരത്തി ശരിയാക്കി എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഞാനിത് ഉണ്ടാക്കിയത് വൈകുന്നേരം ആയതുകൊണ്ട് രാത്രിയായി കിടക്കാറായപ്പോഴേക്കും നല്ലപോലെ തണുത്തു. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങ് കിടന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പിറ്റേ ദിവസം രാവിലെ പുറത്തെടുത്തിട്ടേ ആ വീഡിയോയിൽ കണ്ടതുപോലെ ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് കുടഞ്ഞിട്ടു കേട്ടോ. കുടഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അയ്യടാന്നായിപ്പോയി. സത്യം പറഞ്ഞാൽ അയ്യേന്ന് വെച്ചു പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ അളിഞ്ഞങ്ങ് വീണു. നമ്മൾ ഉണ്ടാക്കിയിട്ട് ഈ പ്ലേറ്റിലേക്ക് വെച്ചത് എങ്ങനെയാണാവോ അതുപോലെ തന്നെ കുഴഞ്ഞങ്ങ് വീണ് കേട്ടോ. അപ്പടി വിഷമം തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം എടുത്ത് ചെയ്തതല്ലേ, അത്രയും ഗ്യാസൊക്കെ കളഞ്ഞ് ചെയ്തതല്ലേ.
ഇത് കളയാനും ഒരു വിഷമം. എന്നിട്ട് ഞാനും എൻ്റെ മോളും ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇതങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, തലേദിവസം ഉണ്ടാക്കിയ ആ കടായില്ലേ അതിനകത്തോട്ട് തന്നെ ഇത് മുഴുവനും കൂടി അങ്ങ് കുടഞ്ഞിട്ടിട്ട് സ്റ്റൗ അങ്ങ് ഓണാക്കിയേ. ഇത് മുഴുവൻ വടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ബദാം ഫ്ലേക്സ് ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം കൂടെ വടിച്ചിട്ട് എന്നിട്ട് തലേ ദിവസത്തെ പോലെ തന്നെ ഞാൻ സിമ്മിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ഇളക്കി കൊടുക്കാൻ തുടങ്ങി. ഇതിപ്പം കുറുകി വരുന്നത് കൊണ്ട് കുറച്ച് പാടായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊന്ന് അടി പിടിച്ച് തുടങ്ങി, എന്നാലും ഇങ്ങനെ ഒത്തിരി നേരം ഇളക്കണ്ടേ. അപ്പം ഞാൻ കുറച്ച് നെയ്യ് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഇളക്കാൻ തുടങ്ങി. അന്നേരം ഇപ്പോൾ കുറച്ചൊരു അടി പിടിക്കൽ അങ്ങ് കുറഞ്ഞു കേട്ടോ. ഞാൻ ഒത്തിരിയൊന്നും അടി പിടിച്ചില്ല, ചെറുതായിട്ടൊന്നും അടി പിടിച്ചതേ ഉള്ളേ. പിന്നെ ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയായിരുന്നു വെച്ചിരുന്നത്. എന്നിട്ട് ഓരോ 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ ഇടവിട്ട് അങ്ങ് ഇളക്കി കൊടുത്തു കേട്ടോ. ഇത് കുറുകി വരണതിനനുസരിച്ച് ഇതിൻ്റെ കളർ മാറി വരുന്നത് കണ്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് ബദാം പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ചുകൂടെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് വാൽനട്ടും കൂടെ പൊടിയായിട്ട് അങ്ങ് അരിഞ്ഞിട്ട് കൊടുത്തേ. വാൽനട്ടാണെങ്കിൽ ഇവിടെ മക്കൾക്കൊന്നും അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല. അതിൻ്റെ ടേസ്റ്റ് മോനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാൽനട്ട് വായിലിട്ട് കഴിയുമ്പോഴേക്കും ഓക്കാനിക്കാൻ തുടങ്ങും. ബാക്കി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊടുക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ സാധാരണ അലുവയൊക്കെ മേടിക്കുമ്പോൾ അതിനകത്ത് ഈ വെള്ള എള്ള് കാണുമല്ലോ, അപ്പോൾ എൻ്റെ അടുത്ത് വെള്ള എള്ളില്ലായിരുന്നു, അപ്പോൾ കറുത്ത എള്ളിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ചങ്ങ് ഇട്ട് കൊടുത്തു. ഇതിപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അന്നേരപ്പോഴേക്കും കൂടുതൽ അടി പിടിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം കൂടുതലായിട്ടിങ്ങനെ ഞാൻ മാറാതെ നിന്ന് ഇളക്കി തുടങ്ങി കേട്ടോ. എന്നിട്ട് കുറച്ച് കൂടുതൽ നെയ്യും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തു. നെയ്ക്ക് അളവൊന്നും നോക്കിയില്ല, കുറച്ചൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതിപ്പം ഈ പാത്രത്തിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് വരുന്ന ഒരു പരുവമായിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് കുറച്ച് നേരം കൂടി ഇളക്കി കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. വെള്ളമൊക്കെ നല്ലപോലെ വറ്റി ഒരുവിധം നല്ലപോലെ ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഓഫ് ചെയ്തു. എന്നിട്ട് തലേദിവസത്തെ പോലെയും ഒരു തലേദിവസം എടുത്ത ആ ഒരു പാത്രമല്ല കേട്ടോ, അതിനേക്കാളും ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് അങ്ങിട്ട് എന്നിട്ട് ഈ തവി വെച്ച് തന്നെ അങ്ങ് നല്ലപോലെ നിരത്തി കൊടുത്തിട്ട് അങ്ങ് നല്ലപോലെ പെട്ടെന്ന് നിരന്ന് വരുന്നുണ്ടായിരുന്നേ. നല്ല ഡ്രൈ ഒക്കെ ആയിട്ട് പിന്നെ ആ നെയ്യുടെ ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ആക്കി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നേ. എന്നിട്ടിത് തണുക്കാനായിട്ട് വെച്ച് നല്ലപോലെ തണുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അത് ഒത്തിരി സമയം എടുക്കും നല്ലപോലെ തണുത്ത് വരാനായിട്ടേ. തണുത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസത്തെ പോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കുടഞ്ഞൊക്കെ നോക്കി വരുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ വന്നില്ല കേട്ടോ. എന്നിട്ട് ഞാനൊരു കത്തി വെച്ചിട്ട് ഇതങ്ങ് മുറിച്ചെടുക്കുക ചെയ്തേ. ഇങ്ങനെ മുറിച്ച് ഞാൻ ഒരു പ്ലേറ്റിനകത്തോട്ട് വെച്ച് എന്നിട്ട് പിന്നെ ഒരു ഡപ്പയ്ക്കകത്തോട്ടിട്ട് അങ്ങ് അടച്ച് വെച്ചു കേട്ടോ. ഇതങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നല്ലപോലെ വെള്ളമൊക്കെ വറ്റിയതല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിള്ളേർക്കൊക്കെ എടുത്തു കൊടുക്കും. അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ടേസ്റ്റ് അവർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അവർ ഈ ഇടയ്ക്ക് ചോക്ലേറ്റ്, മുട്ടായി, മധുരമുള്ള എന്തെങ്കിലും ബേക്കറി സാധനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴേ ഞാനിത് 1-2 കഷ്ണമൊക്കെ അങ്ങ് എടുത്ത് കൊടുക്കും. അപ്പോൾ അത് എടുത്ത് കഴിച്ചുകൊണ്ട് നടന്നോളും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഐഡിയ കൊള്ളാമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആക്കി എടുക്കുവാണെങ്കിൽ നെയ്യും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ആക്കി എടുക്കുവാണെങ്കിൽ പിള്ളേർ ഇനിയിപ്പോൾ അവധിക്കാലമല്ലേ, വീട്ടിലിരിക്കാൻ പോവല്ലേ, അന്നേരം ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതല്ലേ കൂടുതൽ നല്ലത്. നമ്മുടെ ബേക്കറി സാധനങ്ങളും ബേക്കറിയിൽ നിന്ന് അലുവ അതൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത് ഇതൊക്കെയല്ലേ. അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. പപ്പായ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഏത് ഫ്രൂട്ട്സ് വെച്ച് വേണമെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാമല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ പപ്പായ പുഡിങ് ഉണ്ടാക്കാൻ നോക്കി കുളവായി പോയല്ലോ എന്നുള്ള വിഷമമൊക്കെ മാറി. വലിയ സന്തോഷമായി ഇങ്ങനെ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലോ എന്ന് ഓർത്തപ്പോൾ.